അപ്പൊ മോനെ അഭിലാഷ്, ഇതാണ് നിന്റെ റൂം. വാടക ഒക്കെ ആണല്ലോ. ആ അപ്പൊ ഫുഡൊക്കെ അത് ഞാൻ തന്നെ ബുക്ക് ചെയ്തോളാം. എനിക്കതാ ഇഷ്ടം. ആയിക്കോട്ടെ. അപ്പൊ ചേട്ടൻ എന്താ ജോലി? എനിക്കിതൊരു ജോലിയൊന്നും ആയിട്ടില്ല. അപ്പഴാ ഇവിടെ റൂം റെന്റിന് കൊടുക്കാന്ന് വിചാരിച്ചു. ഇനി അഭിലാഷിനെ വെച്ചിട്ട് വേണം എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാനായിട്ട്. അല്ല, വാടകയെ. ഓ അങ്ങനെ. അഭിലാഷിന്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ കാണണം. എന്താവശ്യമുണ്ടെങ്കിലും ഈ സഹോദരനോട് പറഞ്ഞാൽ മതി. ശരിയാണ്. എന്തായാലും അഭിലാഷ് വന്ന സ്ഥിതിക്ക് ഈ പഴം കഴിച്ചിട്ട് പോകും. വിശന്നിരിക്കണ്ട. പഴത്തിന്റെ കാശ് $2 ഞാൻ വാടക കൂട്ടിക്കോളാം. അഭിലാഷേ, നീ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല ചേട്ടാ. ആ എങ്കിൽ വാ, ബിരിയാണി കഴിക്കാം. ഇപ്പൊ ഇവിടെ ബിരിയാണിക്കൊക്കെ $17 ആക്കിയെന്നേ. ആണോ? ആന്നേ, കുഴപ്പമില്ല. ഞാൻ ബിരിയാണിയുടെ പൈസ വാടകയിൽ മേടിച്ചോളാം. അഭിലാഷേ, ലാലേട്ടൻ കിട്ടുന്ന ആക്ഷൻ അതിനകത്ത്. അണ്ടിപ്പരിപ്പ് കഴിക്കും. അല്ല വേണ്ട ചേട്ടാ, കുഴപ്പമില്ല. എടാ കഴിക്കടാ. ഇല്ല വേണ്ടെന്നില്ല. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ നിന്റെ പൈസ മേടിക്കുന്ന വിചാരിച്ചിട്ടാണോ? എടാ കൂടിപ്പോ അതിന് ഒരു $5 മേടിക്കുള്ളൂ. നീ കഴിച്ച് നിന്റെ സ്വന്തം സഹോദരനാണ് പറയണത്. അങ്ങനെയല്ല ചേട്ടാ. എനിക്ക് ഫീൽ ആയി. ഞാൻ എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടു. ചേച്ചി, പുള്ളിയുടെ സ്വന്തം സഹോദരൻ ഇപ്പൊ എവിടെയാ? ജയിലില്. ആ സ്വത്ത് തർക്കം വന്നപ്പോ ഇങ്ങേര് കേസ് കൊടുത്ത് അകത്താക്കി. ശരി.